ഹായ് ഹലോ, രാജീവ് വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. അമ്മ ഇന്ന് പറയാൻ പോകുന്നത് പച്ച കുങ്കുമത്തെ കുറിച്ചാണ് കേട്ടോ. പച്ച കുങ്കുമം നമ്മുടെ നെറ്റിയിലേക്ക് നോക്ക്, പച്ച കുങ്കുമം കാണുന്നുണ്ട് എല്ലാവർക്കും. അപ്പോൾ നമ്മൾ ഈ പച്ച കുങ്കുമത്തെ കുറിച്ചാണ്. അപ്പോൾ ദീർഘകാലം പച്ച കുങ്കുമം തൊട്ടാൽ എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുക എന്നുള്ളത് അമ്മ ഈ വീഡിയോയിൽ കൂടെ പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ അമ്മ തൊടാൻ തുടങ്ങിയിട്ട് 40 ദിവസമായിട്ടേ ഉള്ളൂ. 40 പറഞ്ഞാൽ 2 മാസമായി കേട്ടോ, 60 ദിവസമായി. പക്ഷെ അപ്പൊ അമ്മയ്ക്ക് 40 ദിവസം തൊട്ടപ്പോ തന്നെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു നമ്മുടെ ജീവിതത്തിൽ. അതെന്തൊക്കെയാണെന്നും അമ്മ ഈ വീഡിയോ കൂടെ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ 40 ദിവസം തൊട്ടപ്പോഴൊക്കെ തന്നെ വലിയ മാറ്റം ഉണ്ടെന്ന് പറയുമ്പോൾ ജീവിതകാലം മുഴുവനും പച്ച കുങ്കുമം തൊട്ടാൽ എന്തൊക്കെ സൗഭാഗ്യങ്ങൾ വരും എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ കൂടെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഞാൻ യാദൃച്ഛികമായിട്ട്, എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. എൻ്റെ ഒരു ചേച്ചി ഉണ്ട്, നാട്ടിലല്ല മദ്രാസിലാണ് താമസം. അപ്പൊ ചേച്ചി വന്നപ്പോ ചേച്ചിയുടെ നെറ്റിയിൽ ഇങ്ങനെ പച്ച കുങ്കുമം ഞാൻ കണ്ടു. അവള് ഒരുപാട് കാലമായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് പറഞ്ഞിട്ടുമില്ല, ഞാൻ അറിഞ്ഞിട്ടുമില്ല. കാരണം ലീവിൽ വരുമ്പോഴല്ലേ കാണുള്ളൂ. അപ്പൊ നമ്മള് എങ്ങനെയാണ് ഇത്, അവൾ എന്തുകൊണ്ടാണ് അവൾ തൊട്ട് തുടങ്ങിയെന്ന് എനിക്ക് പറഞ്ഞു തന്നു. അപ്പൊ അടുത്ത വീട്ടിലെ ഒരു ബ്രാഹ്മണ സ്ത്രീ ഉണ്ടായിരുന്നു അത്ര, ആ അമ്മ പറഞ്ഞു കൊടുത്താണ് അവൾക്കിത്. മോളെ പച്ച കുങ്കുമം ധരിക്കുക ഭാമി, നിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും തീരുന്നു പറഞ്ഞിട്ടാണ് ചേച്ചി ഇത് ധരിച്ചു തുടങ്ങിയത്. ചേച്ചി ഒരുപാട് കാലമായി കേട്ടോ. അപ്പൊ ചേച്ചിയുടെ വ്യത്യാസം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഞാൻ പറയേണ്ട, അത്ഭുതം തന്നെയാണ്. ചേച്ചി കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണ് കുഞ്ഞിതാവുമ്പോ കുട്ടികളെ വളർത്തിയിട്ടൊക്കെ ഉള്ളത്. ഇപ്പൊ ആ ചേച്ചി സമ്പന്നയാണ്, മക്കളെ എല്ലാം കൊണ്ട് സമ്പന്നയായിട്ടാണ് ചേച്ചി ഞാൻ ഇപ്പൊ കാണുന്നത്. അപ്പോ അത് കണ്ടപ്പോ എനിക്കും പെട്ടെന്ന് ഇത് എവിടുന്ന ചേച്ചി വാങ്ങിയും ചോദിച്ചു. അപ്പൊ ചേച്ചി പറഞ്ഞു കൊടുക്കാനൊന്നും പാടില്ല കേട്ടോ, നിങ്ങൾ ഒരു പ്രത്യേക കാര്യമാണ് ചേച്ചി എന്നോട് പറഞ്ഞു. അവളുടെ കയ്യിൽ നിന്ന് ഒരു ലേശം എനിക്ക് തന്നളയാച്ച അത് പാടില്ല, ബാഗിൽ സാധനം ഉണ്ട് പക്ഷെ പാടില്ല, നമ്മളെ സൗഭാഗ്യം അതോടുകൂടി പോകും ഇത്രേ. അപ്പൊ നമ്മൾ നമുക്കായിട്ട് അത് ഉണ്ടാക്കുക അല്ലെങ്കിൽ വാങ്ങിക്കുക, ഇതേ പാടുള്ളൂ. അപ്പൊ ഇത് എവിടുന്നാ വാങ്ങാൻ കിട്ടിയ ചേച്ചിക്ക് ഓൺലൈനിൽ കൂടെ അത് വാങ്ങാൻ കിട്ടുന്നുണ്ട് കേട്ടോ. പച്ച കുങ്കുമം എന്ന് പറഞ്ഞാൽ വാങ്ങാൻ കിട്ടും. പിന്നെ മക്കളെ ഈ നമ്മളെ അമ്പലങ്ങളിലെ ദേവീ ക്ഷേത്രങ്ങളിലെ പല കളർ കുങ്കുമം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, അതിൽ പച്ച കളർ ഉണ്ട് മക്കളെ. എനിക്ക് അവിടുന്ന് കിട്ടി തന്നു, കുട്ടി എനിക്ക് കൊണ്ടുവന്ന് തന്നു കേട്ടോ. ചെറിയൊരു ഡപ്പ എന്ന് പറഞ്ഞാൽ പാക്കറ്റിലാണ് എനിക്ക് കിട്ടിയത്. അത് ഞാൻ ഡപ്പയിലിട്ട് ഉപയോഗിച്ചിരുന്നു. പക്ഷെ നമുക്കൊരു കാര്യം ചെയ്യാം മക്കളെ, വീട്ടിലും ഉണ്ടാക്കാം പച്ച കുങ്കുമം. അതാണ് നമ്മളുടെ ഏറ്റവും വലിയ ഭാഗ്യം. വീട്ടിൽ പച്ച കുങ്കുമം എങ്ങനെയാ ഉണ്ടാക്കാന്ന് വെച്ചാലേ, നമ്മളൊന്നും വേണ്ട മക്കളെ, പച്ച മഞ്ഞൾ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവും. അത് പച്ച മഞ്ഞൾ നമ്മൾ വെട്ടിയിട്ട് ചെറിയ ചെറിയ കനലില്ലാത്ത കഷ്ണാക്കിയിട്ട് നമ്മൾ തണലത്തിട്ട് ഉണക്കുക. പിന്നെ നമ്മൾ തുളസി നമ്മൾ തണലത്തിട്ട് ഉണക്കുക. ഒരു പിടി തുളസിയുടെ ഇല തണലത്തിട്ട് ഉണക്കുക. അപ്പൊ ഇത് രണ്ടും ഒരു 5 ദിവസം തണലത്ത് കടന്ന് നല്ല മഞ്ഞളൊക്കെ മഞ്ഞളിനി ഇനിയിപ്പോ നമുക്ക് വേണമെങ്കിൽ തണലത്തുനിന്ന് വെയിലത്തേക്ക് ഇടാട്ടോ. അത് നല്ല പൊടിയണമെങ്കിൽ തുളസിയെ ഒരിക്കലും വെയിലത്തിടരുത്, അപ്പൊ കറുത്ത കളറാകും. അപ്പൊ ഈ പച്ച കളറിൽ ഇത് ഉണങ്ങി കിട്ടണമെങ്കിൽ നമ്മൾ വല്ല തണലത്തിടണം. അപ്പൊ ആ 2 തരം കുങ്കുമം ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന കുങ്കുമം കണ്ടോ, ഇതാണ് ഞാന് മഞ്ഞൾപ്പൊടി തുളസിയുടെ ഇല തണലത്തിട്ട് ഉണക്കി പൊടിച്ചത്. ഞാനും മക്കളെ കഴുകി ഒരു കല്ലിലാട്ടോ ഇട്ട് പൊടിച്ചത്. നമുക്ക് ഇത്ര വലിയ പാത്രമൊന്നും വേണ്ടല്ലോ, ഇത് ഒരുപാട് കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതാവുമ്പോൾ നമുക്ക് നല്ല ധൈര്യമായിട്ട് നല്ല പോസിറ്റീവ് എനർജി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതാണ് കേട്ടോ ഏറ്റവും നല്ലത്. പിന്നെ ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാം അടുത്തത്. കണ്ടോ, ഇതിന് പാത്രം വേറെ ഉണ്ട് കേട്ടോ, അടുപ്പിലേക്ക് എടുത്തത് മാത്രം. ഇത് കണ്ടോ, ഇത് അമ്മ കടയിൽ നിന്ന് കിട്ടിയതാണ് അമ്മയ്ക്ക് പച്ച. അപ്പൊ അമ്മയ്ക്ക് ഇത് എത്ര നല്ല പച്ചയായിട്ട് തോന്നാത്തോണ്ട് അമ്മ നമ്മളെ വീട്ടിലുള്ള മഞ്ഞൾപ്പൊടി, നമ്മളെ വീട്ടിൽ തന്നെ പറിച്ചുണക്കിയ മഞ്ഞൾപ്പൊടി ഒരു ലേശം കൂട്ടിയതാണ് പച്ച. കണ്ടോ, ഇത് രണ്ടും നമുക്ക് തൊടാട്ടോ. അപ്പൊ ഞാൻ ഇന്ന് തൊട്ടിട്ടുള്ളത് നമ്മളോട് ഉണ്ടാക്കിയ എന്താ പറയാ മഞ്ഞളും ഇതും ഉള്ളതാണ് കേട്ടോ. അപ്പൊ കണ്ടോ നനഞ്ഞു. അത് എങ്ങനെ നനയ്ക്കുക എന്നുള്ളത് ഒന്ന് പറഞ്ഞുതരാം. നമ്മളെ റോസ് വാട്ടറിൽ നനയ്ക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ ശരിക്കുള്ള ഫലം കിട്ടുക കേട്ടോ. നേരെ മറിച്ച് നമ്മള് വെള്ളം കൂട്ടി ശുദ്ധമായ തുളസി തീർത്ഥം അത് കൂട്ടിയിട്ട് നമുക്ക് കുഴച്ചിട്ട് ഇത് നമുക്ക് നെറ്റിയിൽ ഇങ്ങനെ അണിയാവുന്നതാണ് കേട്ടോ. മക്കളെ ഈ പച്ച കുങ്കുമത്തിന് ഒരു പേരുണ്ട്, കുബേര കുങ്കുമം. അപ്പൊ അങ്ങനെയാണ് അത് നമ്മൾ അറിയപ്പെടുന്നത്. ഏത് പാവപ്പെട്ടവനെയും പാമരനെയും പണക്കാരനാക്കും, ഏത് നിർധനനും സമ്പന്നനാവും എന്നാണ് പറയുന്നത് ഇത് സ്ഥിരമായിട്ട് തൊട്ടാലുള്ളത്. അപ്പൊ ഇത് കുബേര കുങ്കുമം എന്നാണ് ഇതിന്റെ പേരും. അപ്പൊ നമ്മളിത് സ്ഥിരമായിട്ട് തൊട്ടിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കിട്ടുന്നറിയോ നമുക്ക്, പേര്, പ്രശസ്തി ഒക്കെ. അപ്പൊ നമ്മളൊരു ജോലി ചെയ്യണ ഒരാളാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് നല്ല പ്രശസ്തി കിട്ടും. കാരണം നിങ്ങൾ ഉന്നതിയിലേക്ക് വരും. പറഞ്ഞ പ്രൊമോഷൻ കിട്ടുന്നതാണ് അർത്ഥം കേട്ടോ. നിങ്ങൾക്ക് അപ്പൊ ജോലിയൊക്കെ താണകിടയിലുള്ളവരൊക്കെ ഇത് സ്ഥിരമായി തൊട്ട് കഴിഞ്ഞാലേ
നിങ്ങൾക്ക് ഉന്നത പദവി തന്നെ കിട്ടും. പിന്നെ അതേപോലെ മക്കളെ, നെഗറ്റീവ് ചിന്ത മനസ്സിലുള്ള കുറേ ജനങ്ങളുണ്ട്, ഒരുപാട് കുട്ടികളുണ്ട്. എന്ത് അമ്മയെ എത്ര ശ്രമിച്ചിട്ടും ഞങ്ങൾക്ക് പോസിറ്റീവ് ചിന്തയിലേക്ക് വരുന്നില്ല, മനസ്സെ പിടിവിട്ട് പോവുകയാണെന്ന്. അങ്ങനെയുള്ളവർക്ക് നമുക്ക് നല്ല ധൈര്യം കിട്ടും മക്കളെ. കാരണം മനസ്സിന് നല്ല ശക്തി കിട്ടുന്ന അർത്ഥം. കുളി കഴിഞ്ഞിട്ട് രാവിലെ ഇത് എങ്ങനെ തൊടുക എന്നുള്ളത് നിങ്ങൾക്ക് ആദ്യം പറഞ്ഞു തരാം കേട്ടോ. എന്നും നമ്മൾ കുളിച്ചതിന് ശേഷം മാത്രം, മെൻസസ് സമയത്ത് നിങ്ങൾ തൊടണ്ട, 7 ദിവസം കഴിഞ്ഞിട്ട് തൊട്ടാൽ മതി. ഇത് അത്രയും ശുദ്ധല്ലേ. അത് തുളസിയും എന്താ പറയുക മഞ്ഞളുമാണ് നമ്മ ഇപ്പൊ തൊട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുമ്പോഴൊന്നും നമ്മൾ മെൻസസ് ഉള്ള സമയത്ത് ആ പീരിയഡ്സ് നമ്മുടെ ശരീരം ശുദ്ധമായാൽ നിങ്ങൾക്ക് ഇത് തൊട്ട് തുടങ്ങാം കേട്ടോ. അപ്പൊ കുളി കഴിഞ്ഞ് പൂജാമുറിയിൽ ചെന്നിട്ട് നമ്മളിത് സ്ഥിരം നിങ്ങൾ തൊടണം. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ യാതൊരു നെഗറ്റീവ് ചിന്ത ഉണ്ടാവില്ല മക്കളെ. മനസ്സിനൊരു ധൈര്യം കിട്ടും, മനോധൈര്യം ഇല്ലാത്തവർക്ക്. അതുപോലെ തന്നെ മക്കളെ, പഠിച്ചതൊക്കെ ഓർമ്മ കിട്ടാൻ ഈ പഠിക്കുന്ന കുട്ടികൾക്ക് നല്ലൊരു ബുദ്ധിമുട്ടല്ലേ മറവി. അപ്പൊ നമ്മളെ മനസ്സിന് നല്ല കോൺഫിഡന്റ് കിട്ടുന്നുള്ള കുറേ ചിന്തകൾ ഇങ്ങനെ വന്ന് കയറി ഇറങ്ങില്ല, നമുക്കൊരു ധൈര്യം ഉണ്ടാവും. അപ്പൊ നമ്മൾ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് പ്രത്യേകത കേട്ടോ. പഠിക്കുന്ന കുട്ടികൾ സ്ഥിരമായിട്ട് നിങ്ങൾ ഈ പച്ച കുങ്കുമം തൊടാൻ ശ്രമിക്കണം. പഠിക്കുന്ന കുട്ടികൾ എന്നല്ല, അമ്മമാരും അച്ഛന്മാരും എല്ലാവർക്കും ഇത് തൊടാട്ടോ. കാരണം ഇതൊരു കൃത്രിമല്ല. ഇത് നമ്മൾ തൊടുമ്പോൾ എന്ത് വെച്ചാൽ നമ്മളെ 2 പുരികങ്ങളുടെയും കൂടി ഇടയിൽ തൊടാൻ നമ്മൾ അവിടെ ഒരു മർമ്മമുണ്ട് മക്കളെ, അവിടെ തൊടാൻ ശ്രമിക്കണം കേട്ടോ. അപ്പൊ ഇത് തൊടുമ്പോ ചോദിക്കുന്നുണ്ട് ആർക്കൊക്കെ തൊടാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടില്ലേ, ലിംഗഭേദം ഒന്നുമില്ല ഇതിന്, എല്ലാവർക്കും തൊടാം. കുഞ്ഞു കുട്ടി മുതൽക്ക് വയസ്സായവര് വരെ ഇത് തൊടാം. ഈ മെൻസസ് പീരിയഡ്സ് ഉള്ള സമയത്ത് മാത്രമേ ഇത് തൊടാൻ പാടില്ലായുള്ളൂ. അപ്പൊ ഇത് നമ്മളെ 2 പുരികങ്ങളുടെയും കൂടി ഇടയിൽ കാണുന്ന മർമ്മ ഭാഗത്ത് നമ്മൾ തൊടണം. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം, ഇത് തൊടുമ്പോ നമുക്ക് സിന്ദൂരം തൊടാൻ പാടില്ലേ, ചന്ദനം തൊടാൻ, വേറെ സിന്ദൂരേ ചന്ദനം തൊടാൻ പാടില്ലേ, ഭസ്മം തൊടാൻ പാടില്ലേ, പൊട്ട് തൊടാൻ പാടില്ലേ എന്നൊക്കെ പല ചോദ്യങ്ങളുണ്ട്. എല്ലാ കുറിക്കുട്ടികളും തൊടാട്ടോ. അത് കാരണമാണ് അമ്മ ഒന്ന് കണ്ടോ, പച്ച തൊട്ടതിന്റെ ശേഷം അമ്മ ദാ സിന്ദൂരം ഒരു സ്റ്റിക്ക് വെച്ചിട്ടുണ്ട്. അതിന്റെ മുകളിൽ അമ്മ വിളിച്ചു വന്നിട്ട് എന്നും വിളക്ക് വെച്ച് തൊടണ പോലെ ഭസ്മം തൊട്ടിട്ടുണ്ട്. പിന്നെ അമ്മ സാധാരണ അമ്പലത്തിൽ നിന്ന് നമ്മൾ പുഷ്പാഞ്ജലിയൊക്കെ കഴിച്ചിട്ട് നമുക്ക് കുറച്ച് ചന്ദനമൊക്കെ തരില്ലേ, അത് അമ്മ അത് കഴിയുന്നവരെ അമ്മ തൊടണ ഒരു സ്വഭാവമുണ്ട്, അത് തൊട്ടിട്ടുണ്ട്. പിന്നെ ഇതാ സീമന്തരേഖയിലെ സ്റ്റിക്ക് കൊണ്ട് ഒരു കുറി വരച്ചിട്ടുണ്ട്. സിന്ദൂരം റോസാണ്. അമ്മ എന്താ റോസ് തൊടണമെന്ന് ഒരു കുട്ടി ചോദിച്ചു. കാണുന്നവർക്ക് ഇനി സന്തോഷം ഇല്ലെങ്കിൽ വേണ്ട, അവരുടെ അമ്മയ്ക്ക് നമ്മുടെ കുട്ടികളുടെ സന്തോഷമല്ലേ വലുത മക്കളെ, അപ്പൊ വേണ്ട, അമ്മ അങ്ങനെ ഒരു കാപ്പി കളർ സ്റ്റിക്ക് വാങ്ങി, അപ്പൊ അതും തൊട്ടിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് തൊടാട്ടോ, ഇതൊന്നും ഒരു സംശയം വേണ്ട. പിന്നെ എല്ലാവരും ചോദിക്കൂട്ടോ, കളിയാക്കണ പോലെ എനിക്ക് ജോലിയൊന്നുമില്ല, പിന്നെ എങ്ങനെ ജോലിയിൽ പദവി എനിക്ക് കിട്ടുക, എങ്ങനെയാണ് ഉന്നതനാവുക ഞാൻ എന്നൊക്കെ ചോദിക്കും കുട്ടികളെ അല്ലേ. പേടിക്കേണ്ട മക്കളെ, തൊഴിലവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും. നിങ്ങളെ തേടി ഇങ്ങോട്ട് വരുന്നു പറയാ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ട് നിങ്ങളത് അറിയും, നിങ്ങൾക്കൊരു തൊഴിൽ നിങ്ങൾക്ക് കിട്ടും, ആ കാര്യം ഉറപ്പാണ്. നിങ്ങളിങ്ങനെ തൊഴിലില്ലാതെ വിഷമിക്കേണ്ടി വരില്ല. കാരണം പച്ച കുങ്കുമം തൊട്ട് കഴിഞ്ഞാൽ മനസ്സിന് യാതൊരുവിധ സങ്കടങ്ങളും പിന്നെ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അപ്പൊ പിന്നെ നിങ്ങൾ ധൈര്യമായിട്ട് ഈ പച്ച കുങ്കുമം തൊട്ടോളൂ, തൊഴിലില്ലാത്തവന് തൊഴിൽ കിട്ടും. മനസ്സിലായല്ലോ. പിന്നെ അതേപോലെ മക്കളെ എനിക്ക് പറയാനുള്ളത്, ഈ കണ്ണേറ്, ദൃഷ്ടിദോഷം, നാവു ദോഷം ഓരോരുത്തരും നമ്മളെ കൊണ്ട് പറയുകയാണേ. എന്താ അവളുടെ തലമുടി, അല്ലെങ്കിൽ എന്താ ഒരു വാക്ചാതുര്യം, അല്ലെങ്കിൽ എന്തോ ഒരു ഭംഗി, ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കുട്ടികൾ ആകെ നരകിക്കുന്നു അല്ലേ മക്കളെ. ഒരുപാട് കുട്ടികളായിട്ട് പറയുന്നു കണ്ണേറ ദൃഷ്ടിദോഷം കാരണം എണീറ്റ് നിൽക്കാൻ വയ്യമ്മേന്ന്. ഒരുപാട് കുട്ടികളെ ശത്രുദോഷം, അവർക്കൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടുണ്ട്. എങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം കേട്ടോളൂ, നിങ്ങൾക്ക് ശത്രുദോഷം ഉണ്ടാവില്ല, കണ്ണീർ ദോഷം ഉണ്ടാവില്ല, പ്രാക്ക് ദോഷം ഉണ്ടാവില്ല, ദൃഷ്ടിദോഷം ഉണ്ടാവില്ല. ഈ വിധ ദോഷങ്ങളെല്ലാം നിങ്ങളിൽ നിന്ന് വിട്ടകന്നു പോകും മക്കളെ. എന്റെ അനുഭവം കൊണ്ട് പറയാണ്. അപ്പോൾ നിങ്ങൾ ഈ പച്ച കുങ്കുമം തൊടുന്നോട് കൂടി നിങ്ങൾക്ക് ഇതെല്ലാം ഇല്ലാതെയാവും. പിന്നെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ 40 ദിവസം തൊട്ടപ്പോ അമ്മയ്ക്ക് എന്താണ് ഉണ്ടായി അനുഭവം. എന്റെ മക്കളെ, ഞാൻ വിചാരിച്ച കാര്യം സക്സസ് ആയി എന്നുള്ളത് തന്നെയാണ്. ഞാനൊന്ന് സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു ഒരു കാര്യം നടക്കാൻ വേണ്ടിയിട്ടാ. ചേച്ചി പറഞ്ഞപ്പോ ഞാൻ ഇത് തൊടല് തുടങ്ങിയപ്പോൾ ഒരു കാര്യം മനസ്സിൽ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളും ആഗ്രഹിച്ചോളൂ കേട്ടോ. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ട് തന്നെ നിങ്ങൾ ഇത് തൊട്ടോളൂ. അപ്പൊ എനിക്ക് ആ ആഗ്രഹം പെട്ടെന്ന് സാധിച്ചു എന്നുള്ളതാണ് മക്കളെ. അപ്പൊ 40 ദിവസം കൊണ്ട് എനിക്ക് സാധിച്ചു കിട്ടി. അപ്പൊ എന്നും തൊടുമ്പോൾ പിന്നെ നമ്മൾ ജീവിതകാലം മുഴുവൻ നമ്മൾ തോൽക്കില്ല മക്കളെ. എവിടെയും നമ്മൾ തോൽക്കില്ല. നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. കാരണം നമ്മള് നല്ല സ്ഥാനത്താണ് അല്ലെ ഈ സിന്ദൂരം തൊട്ടിട്ടുണ്ടാവുക. ഈ സിന്ദൂരം നമുക്ക് ചുറ്റും ഒരു കവചം തന്നെ സൃഷ്ടിക്കും. മനസ്സിലായോ? ഒരു രക്ഷാകവചം സൃഷ്ടിക്കും. നമ്മളെ ആർക്കും തോൽപ്പിക്കാനോ കണ്ണുദോഷം തട്ടിക്കാനോ ഒന്നും പറ്റില്ല. അതൊക്കെ തിരിച്ച് അവരിലേക്ക് തന്നെ പോകും. അതും കൂടി ഈ പച്ചകുങ്കുമത്തിനൊരു പ്രത്യേകത ഉണ്ട് മക്കളെ. ഇത് ഏത് ദിവസമാണ് തൊട്ടു തുടങ്ങാന്ന് എല്ലാവരും ചോദിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് തൊട്ടു തുടങ്ങാൻ പറ്റുന്ന ദിവസം വ്യാഴാഴ്ച രാവിലെയാണ്. ഇത് കാര്യമായിട്ട് സ്ത്രീകളും കുട്ടികളും തന്നെയാണ് കാണുക, പെൺകുട്ടികളും അമ്മമാരും തന്നെയാണ്. അപ്പോൾ നമുക്ക് മഹാവിഷ്ണുവിനും മഹാലക്ഷ്മിക്കും കുബേരനും
എല്ലാവർക്കും പ്രധാനപ്പെട്ട ദിവസം, പ്രിയങ്കരമായ ദിവസമാണ് നമ്മളെ വ്യാഴാഴ്ച. അപ്പൊ ഇത് നിങ്ങൾ വ്യാഴാഴ്ച രാവിലെ കുളി കഴിഞ്ഞതിന്റെ ശേഷം തൊട്ടു തുടങ്ങുക. പറഞ്ഞില്ലേ ഞാൻ, ശരീരശുദ്ധി വേണമെന്ന് മാത്രമേ ഉള്ളൂ മക്കളെ. പിന്നെ പലരും കളിയാക്കാറൊക്കെ ഉണ്ട് കേട്ടോ. രാജിയമ്മയ്ക്ക് ഇപ്പൊ എന്താ ഞാനിങ്ങനെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് പല വീഡിയോയും ചെയ്ത അമ്മയാണ്, ആത്മീയമായിട്ടുള്ളതാണ് ഞാൻ ചെയ്യാറ്, മുടിയുടെയും ചെയ്യാറുണ്ട്. അപ്പൊ പല കുട്ടികളും കളിയാക്കാറുണ്ട് കേട്ടോ, രാജിയമ്മയ്ക്ക് ഇപ്പൊ കോടീശ്വരത്തി ആയല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. മക്കളെ, നമ്മൾക്ക് എന്താണോ ആഗ്രഹം, എനിക്ക് കോടീശ്വരത്തി ആവാനാണ് ആഗ്രഹിച്ചാൽ ഞാൻ കോടീശ്വരത്തി തന്നെ ആവും. ഞാൻ ഒരുപാട് അഹങ്കരിക്കുന്ന ഒരു സ്ത്രീയൊന്നല്ല മക്കളെ, ഒരുപാട് ആഗ്രഹിക്കുന്ന സ്ത്രീയല്ല. എനിക്ക് മിതമായി ജീവിച്ചാൽ മതി. ഞാൻ ഈ സാരി ചുറ്റിന് കണ്ടിട്ട് ആരും ഒന്നും എന്നെ കളിയാക്കരുത് കുട്ടികളെ. എന്റെ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽക്കുള്ള സാരിയാണ്. വീട്ടിൽ നമ്മൾ വല്ല ഇതൊക്കെ ചുറ്റാറ്, ഞാൻ കാര്യമായിട്ട് മാക്സി ആട്ടോ ഇട്ടിട്ടുള്ളത് വീട്ടില്. പിന്നെ വല്ല കോട്ടന്റെ എന്താ പറയാ, നമ്മളെ എന്താ സെറ്റ് വേഷ്ടി മുണ്ടും അതേ ഞാൻ ഇടാറുള്ളൂ. ഇങ്ങനത്തെ സാരിയൊക്കെ മക്കളെ ഞാൻ ചുറ്റാറൊന്നുമില്ല. അപ്പൊ വീഡിയോ ഇടുമ്പോ വെറുതെ നമ്മളൊരു ഇതിൽ ഫോട്ടോ എടുക്കാൻ വരില്ലേ വെച്ചിട്ട് മക്കളെ, ഞാൻ ഈ പട്ടുസാരി ഏതായാലും എന്നോ കാലത്ത് എനിക്ക് കുട്ടികളൊക്കെ കല്യാണം കഴിയുമ്പോഴൊക്കെ ഓണപ്പട തരണമൊക്കെയാണ്. അതൊക്കെ ചുറ്റിന് കണ്ടിട്ട് ഞാനൊരു പത്രാസുകാരിയാന്ന് ആരും വിചാരിക്കേണ്ട. മനസമാധാനമാണ് മക്കളെ ഏറ്റവും വലിയത് കേട്ടോ. നിങ്ങൾ അത് ആദ്യം മനസ്സിലാക്കണം. ഏത് പണത്തെക്കാളേറെ നമുക്ക് വേണ്ടത് മനസമാധാനം. ഞാൻ മനസമാധാനം ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയാണ് കേട്ടോ. എനിക്ക് അതാണ് വേണ്ടത്. ഭഗവാൻ എന്റെ കൂടെ നിൽക്കണേ ഭഗവാനെ, എനിക്ക് മനസമാധാനം തരണേ. അല്ലാതെ ഞാൻ ഒരിക്കലും ഒരുപാട് കോടീശ്വരത്തി ആവണേന്നൊന്നും ഞാൻ അങ്ങനെ ആഗ്രഹിക്കാറില്ല. നമ്മൾ ആഗ്രഹിച്ചതല്ലേ നമുക്ക് കിട്ടുക. അപ്പൊ നിങ്ങൾക്ക് എന്താണോ ആവേണ്ടതെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് കോടീശ്വരി ആവണം അങ്ങനെയാണ്. ചിലവർക്ക് മക്കളെ എല്ലാവരും കോടീശ്വരി ആവണം എന്നൊന്നും അല്ലാട്ടോ ആഗ്രഹിക്കണത്. നമ്മളെ മക്കള് പഠിച്ചു നന്നായി, നമ്മളെ മക്കള് നമ്മൾ മരിക്കുന്ന സമയമാകുമ്പോഴേക്കും നമ്മളെ മക്കളെ സന്തോഷമായിട്ട് കാണണം എന്നാണല്ലേ ഒരു അമ്മ ആഗ്രഹിക്കുക. ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയാണ് കേട്ടോ മക്കളെ. എന്റെ കാര്യം അല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, എന്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുകയോ ആഗ്രഹിക്കുകയോ ഒക്കെ ചെയ്യാറേ. അതൊക്കെ എനിക്ക് ഭാഗ്യമായി കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ നിങ്ങളോട് ഈ പറയണത്. അപ്പൊ അതാണ് അപ്പൊ അമ്മ പറഞ്ഞത്. അപ്പൊ അമ്മയെ കളിയാക്കണവരോട് അമ്മ പറയാണ്, വിഷമം ഉണ്ടേ പറയാ കളിയാക്കുമ്പോഴേ. എന്താ വെച്ചാൽ കോടീശ്വരി ആയിട്ടാണോ നമ്മൾ ഈ വീഡിയോ എടുക്കാനൊക്കെ വരിക, ഒരു കോടീശ്വരത്തിയാണോ? അപ്പൊ ഇനി ഒരു കാര്യം കൂടി അമ്മ പറഞ്ഞു തുടങ്ങട്ടെ മക്കളെ. ഈ എന്താ പച്ച കുങ്കുമം തൊട്ട് തുടങ്ങുമ്പോഴേ മനസ്സിൽ എപ്പോഴും നമ്മൾ നെഗറ്റീവ് ചിന്തകൾ പറ്റ കളയുക. പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് എന്താവാനാണോ ആഗ്രഹം, അത് ആഗ്രഹം എനിക്ക് നടക്കും, അല്ലെങ്കിൽ നടന്നതായിട്ട് നിങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ട് വേണം ഈ സിന്ദൂരം ധരിക്കാനായിട്ട്. നമ്മൾ നടക്കുവോ നടക്കില്ലേ, വെറുതെ ഒരു പച്ച കളറിനൊക്കെ എന്ത് പ്രത്യേകത, അങ്ങനെ നിങ്ങൾ ആരും ചിന്തിക്കരുത് മക്കളെ. വിശ്വസിച്ച് ചെയ്യണം കേട്ടോ. അതാണ് എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. അപ്പൊ നമ്മൾ സന്തോഷമായിട്ട് വിശ്വസിച്ച് ഇത് ചെയ്യാം. പിന്നെ വേറൊരാളെ കൊണ്ട് ഒരിക്കലും നമ്മൾ അപ്പുറത്തുള്ളവൻ കേടുവരണേ, അവന് ദുഷ്ടത കൊടുക്കണേ, അങ്ങനെയൊന്നും നമ്മൾ മനസ്സിലൊന്നും നമ്മൾ ദുഷ്ടചിന്തകളൊന്നും വിചാരിക്കരുത് മക്കളെ. ഒക്കെ ഭഗവാനല്ലേ, അവര് നമുക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഭഗവാൻ ഉണ്ടല്ലോ. അവരോട് നമ്മൾ വിശ്വസിക്കുന്നത് ഭഗവാനിലല്ലേ. അപ്പൊ ഭഗവാൻ തന്നെ അതിന് തിരിച്ചടിയൊക്കെ കൊടുത്തോളും. നമ്മളൊന്നും വേണ്ട കേട്ടോ. നമ്മൾ നല്ല മനസ്സോടുകൂടി ജീവിക്കുക മാത്രം ചെയ്താൽ മതി. എന്നിട്ട് നിങ്ങൾ ഈ പച്ചക്കുങ്കുമം തൊട്ട് തുടങ്ങിക്കൊണ്ട്, എനിക്ക് 40 ദിവസം കൊണ്ട് ഞാൻ വിചാരിച്ച കാര്യം നടന്നു എന്ന് പറഞ്ഞത് സത്യമുള്ള ഒരു കാര്യമാണ്. അതുപോലെ നിങ്ങൾക്ക് നടക്കുന്നത് തന്നെയാണ് അമ്മയ്ക്ക് വിചാരം. ഒരുപാട് കുട്ടികൾ സങ്കടം പറഞ്ഞ് അമ്മയോട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അമ്മ ചെയ്യണ കാര്യങ്ങൾ നിങ്ങൾക്കും പറഞ്ഞു തന്നു, അത്രയേ ഉള്ളൂ. ഒരു അമ്മ മകളോട് പറഞ്ഞു തരുന്ന പോലെ നിങ്ങൾ കരുതിയാൽ മതി കേട്ടോ. എന്റെ മോൾക്കും ഞാനിത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്റെ ചേച്ചി എനിക്ക് പറഞ്ഞു തന്നു, ഞാനത് കേട്ടു, എന്റെ മോൾക്കും ഞാനത് പറഞ്ഞു കൊടുത്തു. അതുപോലെ എന്റെ മക്കൾക്കും. എൻ്റെ ഉള്ള സബ്സ്ക്രൈബേഴ്സ് കുട്ടികളൊക്കെ എന്റെ മക്കളാണ്. ഒരുവിധം ആൾക്കാരൊക്കെ അമ്മയെന്നാണ് വിളിക്കുന്നത്, ചിലവർ അമ്മക്കുട്ടി എന്ന് വിളിക്കുന്നുണ്ട്, ചിലവർ ചേച്ചിക്കുട്ടി എന്ന് വിളിക്കുന്നുണ്ട്. എല്ലാം എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ മക്കളെ. എന്റെ കൂടെ പറപ്പുകളും മക്കളും തന്നെയാണ് നിങ്ങളെല്ലാം. എനിക്ക് അതായിട്ടേ കാണാൻ പറ്റുന്നുള്ളൂ. ആരോടൊരു ദുഷ്ടചിന്ത എനിക്ക് പറ്റില്ല. എന്നെ കൊണ്ട് സാധിക്കുന്ന സഹായങ്ങൾ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുന്നു. ഇതൊക്കെയാണ് എന്നെ കൊണ്ട് പറ്റുള്ളൂ. അത്രയേ ഉള്ളൂ മക്കളെ ഞാൻ പറയണത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഞാൻ മഹാലക്ഷ്മിയുടെയും കുബേരന്റെയും മഹാവിഷ്ണുവിന്റെയും എല്ലാവരുടെയും അനുഗ്രഹം എന്റെ കുട്ടികൾക്കാവും ഇഷ്ടപ്രകാരം കിട്ടട്ടെ, തോനെ കിട്ടട്ടെ, അതാണ് അമ്മയ്ക്ക് പ്രാർത്ഥന. അപ്പൊ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ വീഡിയോ നിർത്തുകയാണ്. അപ്പൊ എല്ലാവരിലേക്കും ഇത് നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കണം. എല്ലാവരും നന്നായിക്കോട്ടെ മക്കളെ. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിലെ ബെല്ലൈക്കൻ അനേബിൾ ചെയ്ത് അമ്മ ഇടുന്ന അങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.